വഖഫ് നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുതിയ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു, ഒരു പുതിയ നിയമം പുറപ്പെടുവിച്ചിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. വഖഫ് സ്വത്തുക്കളുടെ വഖഫ് പോർട്ടലും ഡാറ്റാബേസും വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ രീതിയും അതിൻ്റെ ഓഡിറ്റും സംബന്ധിച്ചാണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഓരോ വഖഫ് സ്വത്തിൻ്റെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പോർട്ടലിൽ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തുടനീളമുള്ള വഖഫുകളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരം രേഖപ്പെടുത്തും എന്നുള്ളതാണ് അടുത്ത നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ നിയമം ഈ സ്വത്ത് കൈവശപ്പെടുത്താൻ പ്രയാസമാകും, പേ ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ നിയമപ്രകാരം രാജ്യത്തുടനീളമുള്ള വഖഫുകളുടെ പൂർണ്ണമായിട്ടുള്ള രേഖകൾ രേഖപ്പെടുത്തുന്ന ഒരു കേന്ദ്രീകൃത പോർട്ടലും ഡാറ്റാബേസും കേന്ദ്രം സൃഷ്ടിച്ചിട്ടുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ പട്ടിക അപ്ലോഡ് ചെയ്യൽ, പുതിയ രജിസ്ട്രേഷനുകൾ, വഖഫ് രജിസ്ട്രേഷൻ്റെ പരിപാലനം, അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകൽ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കൽ, ബോർഡ് ഓർഡറുകളുടെ രജിസ്ട്രേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വഖഫ് സ്വത്തിൻ്റെ മാനേജർ, അതായത് മുത്തലവി, തൻ്റെ മൊബൈൽ നമ്പറും ഇമെയിലും ഉപയോഗിച്ച് OTP വഴി ലോഗിൻ ചെയ്തുകൊണ്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം വഖഫിൻ്റെയും അതിൻ്റെ സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മുത്തലവിക്ക് കഴിയുമെന്നുള്ളതാണ്. വഖഫ് സ്വത്തിൻ്റെ രജിസ്ട്രേഷൻ അത് സൃഷ്ടിച്ച് 3 മാസത്തിനുള്ളിൽ പോർട്ടലിൽ ഫോം 4 നടത്തണം. വഖഫ് ബോർഡ് ഫോം 5 വഖഫ് രജിസ്റ്റർ പോർട്ടലിൽ സൂക്ഷിക്കും. 2025 ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമം 2025 പ്രകാരമാണ് പുതിയ നിയമങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം 2025 വഖഫ് നിയമം വിജ്ഞാപനം ചെയ്തു. വഖഫ് ബിൽ ലോക്സഭയിൽ 288 അംഗങ്ങളുടെ പിന്തുണയോടെ പാസ്സായി. 232 MP-മാരാണ് ഇതിനെ എതിർത്തത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ, അതായത് ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങിച്ച് അങ്ങോട്ടേക്ക് പോയ MP-മാരും ഈ മുനമ്പം വിഷയം നടന്നപ്പോൾ വഖഫ് നിയമ ഭേദഗതി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വരുമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇതിന് സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇവിടെ വന്ന് പറയുകയും അവിടെ പോയി അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത തരം തൊലിക്കട്ടിയാണ് ഇവർക്കുള്ളത്. രാജ്യസഭയിൽ 128 അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ചും 95 പേർ എതിർത്തും വോട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.